ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഇന്ന് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുള്ള ഒരു ലോങ് ബുൾ കാൻഡിലാണ് വിച്ച് ഇൻഡിക്കേറ്റ്സ് കൺഫർമേഷൻ ഓഫ് സ്മോൾ അപ്സൈഡ് ബ്രേക്ക്ഔട്ട്. ഹാപ്പി അല്ല? സ്മോൾ ആണ് കേട്ടോ. ഓക്കെ, മാക്സിമം ബ്രേക്ക്ഔട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് കഴിഞ്ഞൊരു 2-3 സെഷനിൽ കണ്ടിന്യൂസ്ലി നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നുണ്ട്, ഒരു 150-200 പോയിൻറ്റ്സിൻ്റെ. ബട്ട് ബൈ ഓൺ ഡിപ്പ് ആ സ്ട്രാറ്റജി നല്ല ട്രേഡേഴ്സ് ഭംഗിയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്ട്രോങ് ബൈയിങ് പവർ മാർക്കറ്റിൽ മൊത്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആയതിനാൽ എവറി ഡേ പുതിയ പുതിയ ഹൈസ് മാർക്കറ്റ് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചാർട്ട് വൈസിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ഗിവിങ് ഇൻഡിക്കേഷൻ ഓർ സിഗ്നൽ ശരിക്കും ഒരു ഷാർപ്പ് അപ്സൈഡ് ബ്രേക്ക്ഔട്ടാണ്. അതായത് ഷോർട്ട് ടൈം ബ്രേക്ക്ഔട്ട്. ഐ റിപ്പീറ്റ്, ഷോർട്ട് ടൈം. മാർക്കറ്റ് ക്യാൻ ഗോ എനി ടൈം ഡൗൺ. ഫ്രണ്ട്സ്, ഇന്ന് മോർണിംഗ് ഗ്ലോബൽ ക്യൂസ് ഒരു വല്ലാത്തൊരു മൂഡിലായിരുന്നു, നെഗറ്റീവ് മൂഡിലായിരുന്നു. ബിക്കോസ് US മാർക്കറ്റെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലായിരുന്നു. ബിക്കോസ് ഓഫ് ജോർജിയ എലക്ഷൻ ആൻഡ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. സോ ഇന്ന് എക്സ്പെക്റ്റഡ് ആയിരുന്നു. ആൻഡ് SGX നിഫ്റ്റി വാസ് വെരി ലോ. സോ ഒരു ഗ്യാപ്പ് ഡൗണിന് ശേഷം അവിടെ നല്ലൊരു ഡിപ്പ് നമുക്ക് കിട്ടി. അഗെയിൻ അവിടെ നിന്ന് റീകൂപ്പ് ചെയ്യായിരുന്നു മാർക്കറ്റ്. ആഫ്റ്റർനൂൺ വൺസ് അഗെയിൻ ഒരു നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ കണ്ടു. വീണ്ടും അവിടെ നിന്ന് വീണ്ടും ഒരു റിക്കവറി നിഫ്റ്റി നടത്തുകയായിരുന്നു. ആൻഡ് ഇന്നത്തെ റാലിയിൽ മെയിനായിട്ട് ജേതാക്കൾ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്നോളജി, ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ തന്നെയായിരുന്നു. ആൻഡ് ഇന്ന് സ്റ്റീൽ ഡ്രോപ്പായിരുന്നു. അവർക്കൊന്നും കൂടുതലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ബിക്കോസ് ലോട്ട് ഓഫ് പ്രോഫിറ്റ് ബുക്കിങ്സ് അവിടെ സ്റ്റോക്സുകളിൽ കാണാൻ കഴിഞ്ഞു. അതേസമയം ലാസ്റ്റ് കപ്പിൾ ഓഫ് അവേഴ്സ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്ലിഫ്റ്റ് ചെയ്തത് നിഫ്റ്റീനെ മെയിനായിട്ട് HDFC ബാങ്കും ആൻഡ് ആക്സിസ് ബാങ്കും. ഫ്രണ്ട്സ്, ഇന്നത്തെ മാർക്കറ്റ് വ്യൂവിലേക്ക് കിടക്കുന്നതിനെക്കാട്ടും മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ റൈറ്റ് നൗ. പ്ലീസ് റിക്വസ്റ്റാണ്. താങ്ക് യു. സ്റ്റാർട്ട് ചെയ്യും. നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്ത് 14,199 66 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. സെൻസെക്സ് ക്ലോസ് ചെയ്ത് 48,437 260 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്ത് 31,722 509 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. നിഫ്റ്റി IT 25,769 659 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. S&P BSE സ്മോൾ ക്യാപ്പ് 18,641 ക്ലോസ് ചെയ്തിട്ടുള്ളത്, 130 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. നിഫ്റ്റിയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 14,132 ആൻഡ് ഇന്നത്തെ ഓപ്പണിംഗ് വന്ന് 14,075. ഒക്കെ ഒരു ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു. ഡേ ഹൈ വെൻറ്റ് അപ് ടു 14,215, ഡേ ലോ വാസ് 14,048 ആൻഡ് 66 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടി 14,199 നിഫ്റ്റി ക്ലോസ് ചെയ്യുകയായിരുന്നു. നെക്സ്റ്റ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 31,212 ആൻഡ് ഇന്നത്തെ ഓപ്പണിംഗ് 31,041. അഗെയിൻ ഒരു ഗ്യാപ്പ് ഡൗണിനോട് കൂടിയിട്ട് തന്നെയാണ് ഓപ്പൺ ചെയ്തത്. ഡേ ഹൈ വെൻറ്റ് 31,767, ഡേ ലോ വാസ് 30,935 ആൻഡ് ഇന്ന് 509 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 31,722 ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുകയായിരുന്നു. കുറച്ച് ഒരു 4-5 സെഷനായിട്ട് ഒരു ലോസ് തന്നെയായിരുന്നു ബാങ്ക് നിഫ്റ്റി കാഴ്ചവെച്ചുള്ളത്. അഗെയിൻ ദേ ഹാവ് സ്റ്റാർട്ടഡ് ദയർ ജേണി. ഹോപ്പ് സോ. ലെറ്റ്സ് സീ. ഫ്രണ്ട്സ്, ഇന്നും ഇന്ത്യ വിക്സ് 2% അപ്പായിരുന്നു. സോ കെയർഫുൾ ഗൈസ്. നിഫ്റ്റിയുടെ കീ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ട് 14,090 കാണുന്നത്. സെക്കൻഡ് വൺ ഈസ് 13,980. അതേസമയം റെസിസ്റ്റൻസ് ഫസ്റ്റ് വൺ ഈസ് 14,260, സെക്കൻഡ് ഈസ് 14,320. ഫ്രണ്ട്സ്, ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മളുടെ ബഡ്ജറ്റ് അത് വരാനിരിക്കുന്നത് February 1 സോ അത് ഒന്ന് മനസ്സിൽ വയ്ക്കുക. എസ്പെഷ്യലി ലോങ് പൊസിഷന് പോകുന്നവർ ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. ഇഷ്ടംപോലെ ടൈമുണ്ട് ഈവൻറ്റോ. ഓക്കെ. ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു കീ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ട് 31,180, സെക്കൻഡ് ഈസ് 30,660. അതേസമയം റെസിസ്റ്റൻസ് 32,000 ആൻഡ് സെക്കൻഡ് വൺ ഈസ് 32,300.
ഫ്രണ്ട്സ്, ഹീറോ മോട്ടോകോപ്പ് ഹോൾഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു ഹാപ്പി ന്യൂസ്. LIC അവരുടെ സ്റ്റേക്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് 7.14 നിന്നും 9.16. സോ വാച്ച് ഔട്ട് ഹീറോ മോട്ടോകോപ്പ്. അടുത്തൊരു ഹാപ്പി ന്യൂസ് ഉള്ള BEML. ഓക്കെ, കമ്പനിക്ക് ഒരു 758 CR ഒരു പർച്ചേസിങ് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതായത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ നിന്നാണ് ഓർഡർ കിട്ടിയിട്ടുള്ളത്. സോ ആ സ്റ്റോക്കും മിസ് ചെയ്യേണ്ട ആരും. UTI AMC അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമർ അവർ തന്നെ അവരുടെ സ്റ്റോക്സ് അവർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതും UTI AMC നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ആൻഡ് ACC കമ്പനി അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജാർഖണ്ഡിൽ ഒരു പുതിയൊരു യൂണിറ്റ് ഓപ്പൺ ചെയ്യുന്നു. സോ ACC എപ്പോഴും കത്തി നിൽക്കുന്നൊരു സ്റ്റോക്ക് തന്നെയാണ്, വെരി ഫേമസ് സ്റ്റോക്ക്. ആൻഡ് ബജാജ് ഫിനാൻസിന് ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട് RBIയുടെ കയ്യിൽ നിന്നാണ്. അതൊരു 2.5 CR പെനാൽറ്റി. ഓക്കെ, പൂർണ്ണ വിവരങ്ങൾ നിങ്ങൾ NSE വെബ്സൈറ്റിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് ബജാജ് ഫിനാൻസ് ഓഫ് കോഴ്സ് 52 ഹൈ ഹിറ്റ് ചെയ്ത് ക്ലോസ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. സോ നിങ്ങൾക്കറിയാം അപ്പോൾ എന്താ വേണ്ടതെന്ന്. ബട്ട് കെയർഫുൾ ഗൈസ്, ബജാജ് ഫിനാൻസാണ്, ഹെവി വെയിറ്റ് ആണ്, ബ്ലൂ ചിപ്പാണ്. ഓക്കെ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഫൈനൊന്നും ഒന്നുമല്ല. ഓക്കെ, പൂർവാധീതം ശക്തിയോട് കൂടി നിങ്ങൾ ഷോർട്ട് ചെയ്യുമ്പോഴായിരിക്കും അത് ശരിക്കും മുകളിലേക്ക് പോകാം. സോ കുറച്ച് ഒബ്സർവ് ചെയ്തതിന് ശേഷം മാത്രം എൻ്റർ ആവുക. യാ ഫ്രണ്ട്സ്, ഓപ്ഷൻ ചെയിനിൽ കോളിൻ്റെ ഡാറ്റ പരിശോധിക്കുമ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ 14,000 തന്നെയാണ്. ആൻഡ് സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,500 തേർഡ് ഈസ് 15,000 സ്ട്രൈക്കിലുമാണ്. അതേസമയം കോൾ റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ 14,600 സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,300 തേർഡ് ഈസ് 14,400 ആൻഡ് അൺവൈൻഡിങ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള 14,200 സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,000 സ്ട്രൈക്സിലുമാണ്. പുട്ടിൻ്റെ ഓപ്ഷൻ ഡാറ്റ ചെക്ക് ചെയ്യുമ്പോൾ പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ 14,000 സ്ട്രൈക്സിൽ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ആൻഡ് സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,500 തേർഡ് ഈസ് 13,600. അതേസമയം റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ 13,700 സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,000 തേർഡ് ഈസ് 14,100. ദർ ഈസ് അവിടെ പുട്ടിൻ്റെ അൺവൈൻഡിങ് ഒന്നും കാണാൻ കഴിയുന്നില്ല. ആൻഡ് തിയറി ഓഫ് മാക്സ് പെയിൻ അറ്റ് 13,900 ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. F&O ബാനായിട്ടുള്ള സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ആകെ ഒരെണ്ണമാണുള്ളത്, അത് സെയിൽ. ഓക്കെ, അത് ആസ് യൂഷ്വൽ 95% ക്ലോസ് ചെയ്തു. അതിന് താഴെ വരുന്നുണ്ടെങ്കിൽ ഔട്ട് ബാൻ മാർക്കറ്റും. ഫ്രണ്ട്സ്, കൺസെക്യൂട്ടീവ് 10 സെഷൻസാണ് നമ്മുടെ നിഫ്റ്റിയും സെൻസെക്സും ഓക്കെ ഹയറിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ ടൈം ടു വീണ്ടും പറയണേ, കെയർഫുൾ. ഓക്കെ, നിങ്ങളുടെ ശ്രദ്ധ മാറാണ്ടിരിക്കാൻ വേണ്ടി പറയുന്നത് മാത്രം. ഓക്കെ, പേടിപ്പിക്കല്ല. ഓക്കെ, മാർക്കറ്റ് ഈസ് വൈസ്, ബി വൈസ്. ഓക്കെ ഫ്രണ്ട്സ്, ബിറ്റ്കോയിൻ, ഓയിൽ ആൻഡ് ഗോൾഡ് ഇത് മൂന്നും ഒരു ഹൈ ട്രെൻഡിൽ തന്നെയാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ബിറ്റ്കോയിൻ ഇപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ അതിനൊരു ടൂളാക്കി, അതൊരു ഹെഡ്ജിങ് ടൂളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം ബിഗ് പ്ലെയേഴ്സ് എല്ലാം. ബിക്കോസ് ആദ്യം ഗോൾഡിനെയാണ് അവർ യൂസ് ചെയ്തുകൊണ്ട്, ബട്ട് ദിസ് ഈസ് 1000 ടൈം ബെറ്റർ ദാൻ ഗോൾഡ് ഒരു ഹെഡ്ജിങ് ടൂളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് അത് വിചാരിച്ച് ഗോൾഡിൻ്റെ ഡിമാൻഡ് കുറയുന്നില്ല. പക്ഷേ എക്സ്പേർട്സിൻ്റെ അനുമാനപ്രകാരം ബിറ്റ് കോയിൻ ക്യാൻ മൂവ് മച്ച് ഹയർ ദാൻ ദിസ് ലെവൽ. സോ എല്ലാവരും ഭയങ്കര ടെംപ്റ്റിംഗ് ആണ്. എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. ലോട്ട് ഓഫ് തിങ്സ് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ധാരാളം ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ അഡ്വൈസ് ചെയ്യില്ല ഒരിക്കലും. ഓക്കെ, സിൻസ് യു ആർ ഇൻ ഇന്ത്യ. ഓക്കെ, അതേസമയം പുറം രാജ്യങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, നോട്ട് എ പ്രോബ്ലം. അത് ഇനിയിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഗൈസ്, വെരി കെയർഫുൾ. ഓക്കെ, ഇന്ന് നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ബിറ്റ് കോയിനിലുണ്ടായിരുന്നു, നല്ലൊരു ഡിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അത് റിക്കവർ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഈസ് FISData. FISൻ്റെ ഇന്നത്തെ ഒരു ബൈ വാല്യൂ 7,039 ആൻഡ് സെൽ വാല്യൂ 6,053. നെറ്റ് വാല്യൂ 986. ബൈയിങ് നിന്ന് FIS കുറച്ചിട്ടുണ്ട്. കെയർഫുൾ ഗൈസ്. ഓക്കെ, ആൻഡ് DASൻ്റെ ഭാഗത്തു നിന്ന് ഇന്നത്തെ ഒരു ബൈയിങ് വാല്യൂ 5,092, സെൽ വാല്യൂസ് 5,582, നെറ്റ് വാല്യൂ അതായത് സെൽ വാല്യൂ വരുന്നത് 490. ഇതിൻ്റെ ഒരു സെൽ ഓഫ് ആണെന്ന് DASൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഫ്രണ്ട്സ്, ഇനി വരാൻ പോകുന്ന കുറച്ച്, അതായത് 2021 ലൈക്ക്
ഒരു ഓയിൽ ആൻഡ് ഗ്യാസ്, അതുപോലെ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, ആ ഒരു ഏരിയ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാവുന്നതാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ നല്ല നല്ല സ്റ്റോക്സുകൾ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള, ഈ പറഞ്ഞ റിലേറ്റഡ് ആയിട്ടുള്ള നല്ല സ്റ്റോക്സുകൾ നിങ്ങൾ ആഡ് ചെയ്യുക. ആൻഡ് കീപ് ട്രാക്കിംഗ്. സോ ഓക്കെ, നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും. ആൻഡ് എപ്പോഴാണ് നിങ്ങൾക്ക് ചാൻസ് കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഓക്കെ യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ IT ആൻഡ് ഫാർമ സെക്ടർ. ഓക്കെ, പിന്നെ PSU ബാങ്ക്സ് ഗോയിങ് ടു റോക്ക്. ഒരു സംശയം വേണ്ട, എല്ലാവരും PSUവിനെ തള്ളിക്കളയുന്നൊരു ഏരിയയാണ്. പക്ഷേ അവർ എന്താ പറയുക, അവർ പതുങ്ങിയിരിക്കുന്നത് പൂർവാധികം ശക്തിയോടെ ചാടാൻ വേണ്ടിയിട്ടാണ്. സോ PSU ബാങ്ക്സിനെ വിട്ട് കളയരുത്. ഓക്കെ ഗൈസ്, ആൻഡ് ഇനി നാളത്തേക്ക് കുറച്ച് നല്ല ഇൻട്രാഡേ പിക്സ്. ഫ്രണ്ട്സ്, ഫസ്റ്റ് വൺ, ഗെയിൽ. Buy above 130, target 134. You can short below 128, same stock. Next is Marico. Buy above 422, target 430. You can short at 419. Next is Escort. Buy above 1325, target 1350. You can short at 1319. Next is ICICI Bank. Buy above 540, target 551. You can short below 533. Next is TCS. Buy above 3100, target 3145. You can short at 3080. Next is LIC Housing Finance. Buy above 397, target 400. Short sell 394 താഴെ പോവുകയാണ്, യു കൻ ഷോർട്ട്. നെക്സ്റ്റ് ഈസ് JSW Steel, ടാറ്റ കെമിക്കൽ, ബജാജ് ഫിനാൻസ്, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്. ഇതെല്ലാം നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്തോളൂ. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നാളെ എന്തായാലും നല്ലൊരു ചാൻസ് കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, അറ്റ് പ്രസൻറ്റ് US മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ള നല്ലൊരു പോസിറ്റീവ് മോഡൽ തന്നെയാണ്. ലെറ്റ്സ് സീ, SGX നിഫ്റ്റി ഓൾസോ ഡൂയിങ് വെൽ. നാളെ കാലത്ത് എന്താണെന്ന് കണ്ടറിയാം. ഓക്കെ, അത്രമാത്രം ഫ്രണ്ട്സ് ഇന്നത്തേക്ക്. ആൻഡ് ദിസ് ഈസ് ഓൾ മൈ പേഴ്സണൽ വ്യൂസ് ഗൈസ്. ഓക്കെ, ഇത് ബ്ലൈൻഡ്ലി നിങ്ങൾ ഫോളോ ചെയ്യരുത്. കൺസൾട്ട് എ ഫിനാൻഷ്യൽ അഡ്വൈസർ ബിഫോർ യു എൻ്റർ ദ മാർക്കറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, അതർവൈസ് യു ഡു യുവർ ഓൺ സ്റ്റഡി, എന്നിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങാം. സോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ ഹംബിൾ ആൻഡ് സിമ്പിൾ റിക്വസ്റ്റ്, പ്ലീസ് don't forget to subscribe my channel, hit the like button, share it. Money എന്തായാലും അടിച്ചോളൂ. Ting ting. Happy trading. Take care. Good night.